ഹലോ ഫ്രണ്ട്സ്, അക്രസ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ എൻ്റെ കൂടെ ഇരിക്കുന്നത് ഏട്ടൻ്റെ അനിയൻ്റെ വൈഫാണ്. അതായത് ഏട്ടൻ്റെ അമ്മയുടെ അനിയത്ര മോനും വൈഫുമാണ് കേട്ടോ, കുട്ടി. അപ്പം നമ്മൾ ഇന്ന് തിരുവോണ ദിവസമാണ്. നമ്മുടെ വീഡിയോ അപ്ലോഡ് ആവാൻ കുറച്ച് ലേറ്റ് ആവും. തിരുവോണ ദിവസം നമ്മൾ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് ചെറിയതായിട്ട് നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ പാലക്കാട് ഒറ്റപ്പാലം ചെർപ്പളശ്ശേരി റോഡിന് അനങ്ങമല പറഞ്ഞിട്ട് എക്കോ ടൂറിസം ഉണ്ട് കേട്ടോ, അനങ്ങമല. അപ്പോൾ അത് നമ്മൾ മുന്നേക്ക് ഒരുപാട് തവണ പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഈ പ്രാവശ്യം കുഞ്ഞുവാവുള്ള കാരണം കൊണ്ട് നമുക്ക് ഒരുപാട് ലോങ്ങൊന്നും പോകാൻ പറ്റില്ല. അപ്പോൾ ഈ പ്രാവശ്യം ഇങ്ങനെ ഒപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങിയതാണ്. അപ്പോൾ ഈ കാണുന്ന പാലത്തിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇത് ആറാം തമ്പുരാൻ ഫിലിമിൽ ഷൂട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ പാലത്തിൽ വെച്ചിട്ടെന്നാണ് പറയണത്. അപ്പോൾ നമുക്കതിനെ കുറിച്ച് കൂടുതലൊന്നും അറിയില്ല, പറഞ്ഞ് കേട്ടിട്ടുള്ളൊരു അറിവാണ്. അപ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ ഇവിടെ കാണാനായിട്ട്. നമുക്ക് ഈ ഫോണിൽ കാണുന്ന പോലെയല്ല, പാലക്കാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രാമീണ കാഴ്ച തന്നെയാണ്. അപ്പോൾ ഈ സൈഡിൽ പാടം മലകളും ഒക്കെയാണ്. ആ സൈഡിലൊരു കുളമൊക്കെ കാണാനുണ്ട് കേട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മളിത് അവിടെ എത്തി കേട്ടോ, അനങ്ങമല. എപ്പോഴും നമ്മൾ വന്നു കഴിഞ്ഞാൽ സാധാരണ മുകളിലേക്കാണ് കേട്ടോ ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ ആ സ്റ്റെപ്പൊക്കെ കയറി ഒരുപാട് മുകളിലേക്ക് കയറി പോവുകയാണ് ചെയ്യാറ്. ഈ സൈഡിലേക്ക് അങ്ങനെ ഈ കുഞ്ഞൊരു അരുവി ഇതിൽ പോകുന്നുണ്ട്, അവിടേക്ക് ഞങ്ങൾ അങ്ങനെ ഇതുവരെ പോയിട്ടില്ല. ഇപ്പോൾ ഒരു തവണ വന്നപ്പോൾ മഴക്കാലം നല്ലാത്ത കാരണം കൊണ്ടൊക്കെ ഉണങ്ങി കിടപ്പായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം ഞങ്ങൾ വിചാരിച്ചു നമുക്ക് ആദ്യം തന്നെ അവിടേക്ക് പോകാമെന്ന്. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് നേരെ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്, നല്ല ശബ്ദമാണ്, വെള്ളം ഒഴുകണതിന് നല്ല ശബ്ദമുണ്ട്. നമുക്കത് ലൈവായിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല, കാരണം ഭയങ്കര സൗണ്ടാണ്. രസകരമായ വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ, ഈ മലയ്ക്കൊരു പ്രത്യേകത ഉണ്ട്. ഇത് ഹനുമാൻ ഈ മരുത്വമലയിട്ട് പോകുന്ന സമയത്ത് അതിന്നൊരു കഷ്ണം മല താഴെ വീണു. പിന്നീട് തിരിച്ച് വന്നത് എടുക്കാൻ നോക്കുമ്പോൾ അത് അനങ്ങിയില്ല. അങ്ങനെ അനങ്ങാ മലയാണ് പിന്നീട് അനങ്ങൻ മലയായത് എന്നൊക്കെയാണ് കേട്ടോ പറയണത്. സംഭവം സത്യമാണെന്ന് നമുക്കറിയില്ല. ഇതിൻ്റെ ഈ മല രൂപപ്പെട്ടതിൻ്റെ ഒരു ഐതിഹ്യമായിട്ട് നമ്മൾ കേൾക്കണത് അതാണ്. അപ്പം നമ്മളത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറച്ച് അധികം നടക്കാനുണ്ട്. നടന്ന് നമുക്ക് താഴേക്ക് ഇറങ്ങണം. അതിലധികം നമുക്ക് മുകളിലേക്ക് കയറണമെങ്കിലും നടക്കാനുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ മെല്ലെ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുഞ്ഞുമാവിനെ നമ്മൾ മാറി എടുത്തിട്ട് നമ്മളിങ്ങനെ നടന്നു പോയി മെല്ലെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ പോവുകയാണ്. വീഡിയോ ഞാൻ കുറച്ച് ഫാസ്റ്റ് ആക്കിയിട്ടുണ്ട്, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോന് ലെങ്ത്ത് കൂടുതലല്ല. അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ അതിൻ്റെ ടോപ്പ്. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ അണിയറയിൽ ഒരാളും കൂടി ഉണ്ട് കേട്ടോ, ഞാനത് പരിചയപ്പെടുത്താൻ മറന്നുപോയി. അനിയനുണ്ട്, ക്യാമറമാനാണ്. ഇന്ന് തൽക്കാലത്തേക്ക് ഞങ്ങൾ ക്യാമറമാനാക്കിയിട്ട് ബാക്കിൽ കൊണ്ടുപോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ പോവുകയാണ്, ആൾ മൊത്തം വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബാക്കിലുണ്ട്. അങ്ങനെ ഞങ്ങൾ കുറച്ച് ദൂരം ഇങ്ങനെ നടന്ന് താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വിളിച്ചിട്ട് അച്ഛൻ വരാതെ ഇപ്പോൾ അവർ തനിയെ പോയിട്ട് വെള്ളത്തിലിറങ്ങി കളിക്കാൻ തുടങ്ങി.
വെച്ചിരുന്നു. കാരണം പിന്നെ ഇവിടെ ഞങ്ങൾ തിരിച്ചു പോയിട്ട് വെള്ളം വാങ്ങിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ വാങ്ങി കയ്യിൽ വെച്ചിരുന്നു. അപ്പോൾ വെള്ളമൊക്കെ കുടിച്ചു വർത്താനൊക്കെ പറഞ്ഞ് കുറച്ച് നേരം നമ്മൾ അവിടെ ഇരുന്നു. ഈ മലയുടെ ഉദ്ഭവമാണ് കേട്ടോ എഴുതി വെച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതാ നമ്മൾ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാ ഈ കാണുന്ന സ്റ്റെപ്പ് മൊത്തം കയറിയിട്ട് വേണം നമുക്ക് മുകളിലെത്തണമെങ്കിൽ. അപ്പോൾ അവിടെ ചെറിയ രീതിയിൽ കുട്ടികൾക്കുള്ളൊരു പാർക്ക് ഉണ്ട് കേട്ടോ. പാർക്ക് എന്ന് പറയാൻ പറ്റില്ല, ചെറിയ ഒരു സംഭവങ്ങൾ, കുറച്ചൊരു ഊഞ്ഞാലോ സ്ലൈഡോ അങ്ങനെ എന്തൊക്കെയോ അതിൻ്റെ മുകളിലേക്ക് ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ കയറി ഇറങ്ങുകയാണ്. കുട്ടികളൊക്കെ ആകെ ടയേർഡായിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ഒറ്റപ്പാലത്തേക്കൊക്കെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ടിട്ട് പോകണം കേട്ടോ.